സോ അങ്ങനെ ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്ന സിനിമ കണ്ടിരിക്കുകയാണ്. ഗിരീഷ് ഏടി സംവിധാനം ചെയ്ത് നമ്മുടെ നിവിൻ പോളി, മമിത ബൈജു ഒക്കെ അഭിനയിച്ച ഒരു നല്ല ഫീൽ ഗുഡ് സിനിമ എന്ന് പറയാം. ഒരു അടിപൊളി സിനിമ. എനിക്കറിയാം ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് ഇതിന്റെ ഒരു ഒപ്പീനിയൻ പറയുന്നത്, കാരണം എനിക്ക് ഇത്ര നാളായിട്ട് കാണാൻ പോകാൻ പറ്റിയിട്ടില്ല. തിയേറ്ററൊക്കെ ഫില്ലടാ, തിയേറ്ററൊക്കെ മൊത്തം ഫില്ലായിരുന്നു, ഒരു സീറ്റ് പോലും ബാക്കിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ ഓണം മുതൽ തുടങ്ങി, ഞാൻ ഓണത്തിന് പോകാന്ന് വിചാരിച്ച ഓണം മുതൽ എൻ്റെ ഇവിടെ അങ്ങനെ തിയേറ്ററിൽ വലിയ തിരക്കൊന്നും ഉണ്ടാവാറില്ല നോർമലി. അപ്പോൾ ബാക്ക് മുതൽ ഫ്രണ്ട് വരെ ഒരു റോയിൽ ഒരാൾ പോലും ഇല്ലാതെ ഇല്ല. സാധാരണ ഒരാളോ രണ്ടാളെങ്കിലും ബാലൻസ് ഉണ്ടാവുമല്ലോ, ഇത് അതുപോലും ഇല്ലാതെ ഹൗസ്ഫുൾ. എല്ലാ ദിവസവും സോർട്ട് ഔട്ട് ആവുന്നു, ഹൗസ്ഫുൾ. ഞാൻ ജസ്റ്റ് വിളിച്ചു ചോദിക്കും, ബുക്ക് മൈ ഷോയിലൊക്കെ കയറി നോക്കും, പക്ഷെ ഞാൻ ജസ്റ്റ് വിളിച്ചു നോക്കിയിട്ട് അധികം പോകും, കാരണം ഇവിടെ അടുത്താണ്, പിന്നെ ആൾക്കാരധികം ഉണ്ടാവാറില്ല. കൂടിപ്പോയ 10-15 ആൾക്കാർ മാത്രമേ ഷോക്ക് ഉണ്ടാവാറുള്ളൂ. അങ്ങനെയുള്ള ഒരു സിനിമയ്ക്ക് എവിടെ നിന്നൊക്കെയാണ് ആൾക്കാർ കയറി വരുന്നത്? മൊത്തം ഫില്ലാണ്. സിനിമയെ കുറിച്ച് ഞാൻ പറയാം, അതിനപ്പുറം സീറ്റ് കിട്ടണ്ടേ? ഇന്നത്തേക്കുള്ള സിനിമക്ക് 2 ദിവസം മുമ്പൊക്കെ ബുക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാവരും എങ്ങനെയാണെന്ന് അറിയില്ല, കാരണം ഞാനിവിടെ ഈ പ്രതിഭാസം അപൂർവം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവിടെ പുഷ്പയോ അങ്ങനെ ഏതോ ഒരു ഭയങ്കര ഐക്കോണിക് സിനിമ ഇപ്പൊ ഇറങ്ങിയിട്ട് അതിന് പോലും ഇങ്ങനെ ആളുണ്ടായിട്ടില്ല. ഇതൊരു കുടുംബ സിനിമ ആയതുകൊണ്ടാന്ന് തോന്നുന്നു, ഫാമിലി അടക്കം വരുന്നു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ എനിക്കിതിൽ പറയാനുള്ള മറ്റൊരു കാര്യം, ഞാൻ കാണുന്ന ഓഡിയൻസ്, എൻ്റെ കൂടെ ഇത്തവണ കാണാൻ കിട്ടിയ ഓഡിയൻസ് അത്ര ആക്റ്റീവ് ആയിട്ടുള്ളവരായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതായത് നല്ല കോമഡീസ് ഉണ്ട്, വർക്ക് ചെയ്യുന്ന നല്ല കോമഡീസ് ഈ പടത്തിലുണ്ട്. നമ്മുടെ തുടരും സിനിമയിലുള്ള ഒരു ചാട്ടമൊക്കെ ഉണ്ടല്ലോ, തുടരും എന്ന് പറയുന്ന മോഹൻലാലിന്റെ ഒരു സിനിമയുണ്ട്, ആ ചാട്ട ഇതിൽ കോമഡി ആയിട്ട് തന്നെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. നല്ലപോലെ ചിരിക്കാനുള്ള ഒരു സംഭവമൊക്കെ, ഒരു കോളേജിന്റെ ഒരു സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിൽ സ്പോയിലർ ഫ്രീ ആണ്, നിങ്ങൾക്ക് കാണാം, കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭാഗത്തുനിന്ന് എന്താണ് ചിരിച്ച് മറിയേണ്ട ഒരു സാധനം വന്നിട്ട് ബാക്കിൽ നിന്നൊരു സൈഡിൽ നിന്ന് ചിരിക്കുന്നുണ്ട്, ഫ്രണ്ടിൽ നിന്നൊരു സൈഡിൽ നിന്ന് ചിരിക്കുന്നുണ്ട്. ഇതിന്റെ ഗ്യാപ്പിലുള്ള കുറെ ആള് ഇങ്ങനെ ഇരുത്താ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ആയിട്ടാണ് വന്നിട്ടില്ല. ഇവർ ഇങ്ങനെ ഫാമിലി ആയിട്ട് വന്നെങ്കിൽ പോലും ഒരു കോമഡി സീൻ കാണുമ്പോൾ ചിരിച്ചൂടെ? ചിരിക്കാൻ അതൊരോരുത്തരുടെ ആസ്വാദനമാണ്, ശരിയാണ്. അവർ സിനിമ എൻജോയ് ചെയ്യുന്നുണ്ടാണ്, നല്ല സിനിമ ആയതുകൊണ്ടാണല്ലോ എല്ലാവരും വരുന്നത്. ഒരു അടിപൊളി പക്ക ഈ യങ്സ്റ്റേഴ്സിന്റെ ഒക്കെ ചില കോമഡി ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ, അതായത് ഡയറി എഴുതുന്നതിൽ കുറച്ച് ന്യൂജൻ വേർഡൊക്കെ എഴുതുമ്പോൾ അതിങ്ങനെ ഒരു സ്ഥലം എന്നൊക്കെ പറയുന്ന സമയത്ത് ബാക്കിൽ നിന്ന് മുമ്പൊന്നും ചിരിയുണ്ട്. അത് സെൻട്രലുള്ള കണക്റ്റ് ആയിട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. അവിടുന്ന് ഒരു ചിരി പൊട്ടുന്നത് ഭയങ്കര കുറവായിരുന്നു. ചിരിയുണ്ട്. പിന്നെ എനിക്ക് മുമ്പോട്ടാണ് സീറ്റ് കിട്ടിയത്. ഞാൻ വിചാരിച്ചു സിനിമ കാണൽ മൊത്തത്തിൽ ഫ്ലോപ്പ് ആവുമെന്ന് വിചാരിച്ചു. പക്ഷെ ഭയങ്കര അതിന്റെ ഉള്ളിൽ കയറി ക്യാരക്ടർ ആയതുപോലെ ഒരു ഫീലൊക്കെ കിട്ടിയത്. ക്യാരക്ടറിന് അത്ര അടുത്തറിഞ്ഞിട്ട് കാണുന്ന ഒരു ഫീലാണ് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് കിട്ടിയത്. സിനിമ ഗംഭീരമാണ് കേട്ടോ, സിനിമ ഗംഭീരമാണ്. പിന്നെ ഓൾ ടൈപ്പ് ഓഫ് ആൾക്കാർക്ക് പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ഏതൊരു മൂഡിലും പോയിട്ടിരുന്ന് കാണാൻ പറ്റിയ ഒരു നല്ല സിനിമ. അധികം വിഷമിപ്പിക്കുന്നുമില്ല, എന്നാല് സന്തോഷിപ്പിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അധികം ട്രാജഡിയിലേക്ക് എടുത്തു മറയുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷെ അങ്ങനെ വലിയ അതിലൊരു ഫ്ലാഷ് ബാക്ക് ലവ് സ്റ്റോറി ഒക്കെ പറയുമ്പോൾ നല്ല രീതിയിൽ കരയിക്കാൻ പറ്റിയ ഒരു സ്റ്റോറിയാണത്. പക്ഷെ അതൊക്കെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടാണ്. ഒരു ലവ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു, അത് പൊട്ടി, അത് പോയി. അത് ഏത് രീതിയിലാണ് നിങ്ങൾ സിനിമ കണ്ട് മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് ആ ഒരു രീതിയിൽ അങ്ങ് പോയി നേരെ അങ്ങ് എടുത്തു വെച്ച് അതൊരു നോർമലി വിഷമാകുന്നുണ്ടോ ചോദിച്ചാൽ നമുക്ക് ആ ഫീല് മനസ്സിലാവും. പക്ഷെ അതിന് കൂടുതൽ ഡെപ്തിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മളെ ലാഗ് എടുപ്പിക്കുന്ന സാധനം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ലാഗ് ഇല്ല എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്. ലാഗ് ഒരു സ്ഥലത്ത് പോലും എനിക്ക് ലാഗ് ഫീൽ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നല്ലൊരു സിനിമ തന്നെ, കാണാൻ പറ്റിയ നല്ലൊരു സിനിമ. പിന്നെ ഈ ഒരു ക്യാരക്ടർ നിവിൻ പോളി അല്ലാതെ വേറെ ആര് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ശരിയാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ എന്റെ തോന്നലായിരിക്കാം. കാരണം ഒരു എക്സാമ്പിളിനാണ്, 14-15 വയസ്സ് ഡിഫറൻസിന്റെ ഒരാള് തമ്മിൽ ഉണ്ടാകുന്ന റിലേഷൻ, നിങ്ങൾക്ക് സ്പോയിലറല്ല, നിങ്ങൾക്ക് ഏകദേശം കഥ മനസ്സിലാവും. മമിത ബൈജു ആൻഡ് നിവിൻ പോളി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു സംഭവം വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? കോമൺലി നമുക്ക് സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും അങ്ങോട്ടേക്ക് ആ സ്റ്റോറി പോകുന്നതെന്ന്. അപ്പൊ അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് ബോർ അടിക്കും എന്നുള്ളൊരു നിലയിൽ, കാരണം അത് ഭയങ്കര ക്ലീഷി ആയിട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഓഡിയൻസിന് എത്ര വർക്ക്ഫുൾ ആകും എന്നുള്ളതിന് ഭയങ്കര കുറവായിട്ടുള്ള കാര്യം. ഭയങ്കര മനോഹരമായിട്ട് അഭിനയത്തിലൂടെ പെരുപ്പിച്ചു വെച്ചാന്ന് എനിക്ക് തോന്നുന്നത്. അഭിനയത്തിലൂടെ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്, കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ക്യാമറ അടിപൊളിയായിട്ടുണ്ട്. ചില ഷോട്ട്സ് ഗംഭീരമായിട്ടുണ്ട്. ചില ഷോട്ട്സുകളൊക്കെ ഇരുന്ന് കാണുമ്പോൾ അടിപൊളി ഷോട്ട്സുകളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതിന്റെ എഡിറ്റിംഗ് സീൻ, നിവിൻ പോളി ഒരു കല്യാണം കഴിഞ്ഞിട്ടൊരു നിവിൻ പോളിന്റെ കല്യാണമല്ല, നിവിൻ പോളിന്റെ അത് പറയുന്നില്ല, സ്പോയിലർ ആവും. ഒരാളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഈ ചങ്ങായി കാറ് പോയിരിക്കുന്നു, നിവിൻ പോളി കാറ് പോയിരിക്കുന്ന ഒരു സീനുണ്ട്. ആ സമയത്ത് നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫിൽറ്റർ ഇട്ട പോലെ ഒരു എഡിറ്റിംഗ് സാധനം വരുന്നു. ഭയങ്കര ക്ലീഷ എന്ന് നമ്മൾ പറഞ്ഞു, പക്ഷെ ആ സിറ്റുവേഷൻ അത് ഭയങ്കരമായിട്ട് ആക്ട് ആയി. അത് എന്താ സംഭവം എന്ന് എനിക്ക് തോന്നില്ല. അത് നമ്മൾ നോർമലി ഇപ്പൊ ഞാൻ ഈ വീഡിയോയിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും. ആ സാധനം അതിൽ വന്നു കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ടുണ്ട്, അടിപൊളി സംഭവം. അത് കാണുമ്പോൾ
ടച്ചിങ് ആകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ സിനിമയെക്കുറിച്ച് ചുരുക്കി പറയുകയാണെങ്കിൽ ഒന്നോ രണ്ടോ തവണ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ തവണയൊക്കെ കാണാൻ പറ്റിയിട്ടുള്ള മനോഹരമായിട്ടുള്ള, കൂടുതൽ എക്സ്പെക്ട് ചെയ്യാണ്ട് പോയിട്ട് കാണേണ്ട, കൂടുതൽ എക്സ്പെക്ട് ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ നല്ല സിനിമയാണ്. എക്സ്പെക്ട് ചെയ്താലും ഇല്ലെങ്കിലും നമ്മൾ വലിയ എന്താ പറയാ വലിയൊരു ബ്രഹ്മാണ്ഡ സിനിമ എന്ന് വിചാരിച്ച് പോകണ്ട. അങ്ങനെ പോയാലും നിരാശ ഒന്നും സമ്മാനിക്കുന്നൊന്നുമില്ല. നല്ലൊരു പടം തന്നെയാണ്. നല്ലൊരു സ്മൂത്ത് ടൈം ലൈനിൽ അങ്ങ് നേരെ കഥ പറഞ്ഞു പോകുന്ന ഒരു അടിപൊളി സിനിമയാണ്. പിന്നെ അധികം എക്സ്പെക്ടേഷൻ വേണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കൽക്കി എന്നൊക്കെ പറയുന്ന സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇത് രണ്ടും കമ്പയർ ചെയ്യല്ല കേട്ടോ. ആ സിനിമ നമുക്ക് മനസ്സിലാവും ഭയങ്കര ബ്രഹ്മാണ്ഡ സിനിമയാണ്. നമ്മൾ അതിന് അപ്പുറത്തെ ഹൈപ്പ് കൊടുത്ത് അതിന്റെ അപ്പുറം നമുക്ക് ആ സിനിമ ഇങ്ങോട്ട് തരുന്നുണ്ട്. അപ്പൊ അതുപോലെ ഇതിന്റെ അപ്പുറം ഹൈപ്പ് ഒന്നും കൊടുക്കണ്ടെന്ന് ഞാൻ പറയുന്നത്. പലരും പലതും പറയും. ചിലപ്പോൾ നിങ്ങൾ പോയിട്ട് കാണുമ്പോൾ നിങ്ങൾ ആ ഹൈപ്പ് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ച് പോയിട്ട് കാണുന്നുണ്ട്. ഞാൻ 2-3 ട്രോൾ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു, സിനിമ തൂക്കി കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതില് കൊടുത്ത ഹൈപ്പ് പ്രകാരം പൊട്ടിച്ചിരിന്റെ മാലപ്പടക്കം എന്നൊക്കെ പറഞ്ഞിട്ടാണ് സിനിമ മൊത്തം ചിരി. ഞാൻ വിചാരിച്ചു മറ്റേ നമ്മുടെ ജാനേമന് പോലെ ഉള്ള കോമഡിയൊക്കെ ഈ ലെവൽ കോമഡി ആയിരിക്കും അങ്ങനെയൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ അത്ര ലെവലിൽ പോകുന്നില്ലെങ്കിൽ ചിരിക്കാനുള്ളതൊക്കെ ഉണ്ട്. ഒരു മനുഷ്യൻ കണ്ടാൽ എന്തായാലും ചിരിക്കാനുള്ള സാധനം ഉണ്ട്. പക്ഷെ ജാനേമനിൽ ചില കോമഡിയൊക്കെ നിങ്ങൾക്ക് കണ്ടു. അപ്പുറം ഒരു മരണ വീട്, ഇപ്പുറം ബർത്ത്ഡേ നടത്തുന്നു. ആ സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോമഡി ഭയങ്കര എക്സ്ട്രീം ലെവൽ കോമഡിയാണ് ആ സമയത്ത് ഉണ്ടാകുന്നത്. ആ സിനിമ ഫസ്റ്റ് കാണുമ്പോൾ നമുക്കത് കറക്റ്റ് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോ ഈ ഒരു സിനിമയിൽ അതില്ല എന്നല്ല, ഞാൻ സെൻട്രൽ ഓഡിയൻസ് ചിരിച്ചില്ല എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ചിരിക്കാനുള്ളതൊക്കെ അതിലുണ്ട്. ചിലപ്പോൾ അവർ ചെറുങ്ങനെ ചിരിച്ചതായിരിക്കാം, കേൾക്കാത്തതായിരിക്കും, പുറകുന്ന് ഭയങ്കര ഇതൊക്കെ ആയ കേൾക്കാത്തതായിരിക്കാം. പക്ഷെ അതിന് ചാൻസ് ഇല്ല. എന്തായാലും നല്ലൊരു സിനിമ, നല്ല ഓഡിയൻസിന്റെ കൂടെ അടിച്ചു പൊളിച്ച് കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്ന നിവിൻ പോളിന്റെ 2026 റീസെന്റ് ആയിട്ട് റിലീസ് ആയിട്ടുള്ള ഒരു ഫന്റാസ്റ്റിക് മാർവലസ് പിന്നെ എന്തൊക്കെയുള്ള ഒരു അടിപൊളി സിനിമ. പോയിട്ട് കാണാത്തവരൊക്കെ കാണുക, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നിങ്ങൾ OTT കുറെ ആൾ കാത്തിരിക്കുന്നുണ്ട്. ഒരു സുഹൃത്തിനെ ഇപ്പോൾ വിളിച്ച് നമുക്ക് കാണുന്നില്ല, OTT ഇറങ്ങി കാണാൻ ആ ഒരു ടൈപ്പ് ഓഫ് ടോക്കാണ്. പക്ഷെ അത് ഭയങ്കര മോശം എന്ന് ഞാൻ പറയുന്നില്ല, കാണാൻ എന്തായാലും ഉണ്ടാവും. OTT കാണുന്ന ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു ടോക്സിക് പോലുള്ള സിനിമ. ഞാൻ അതിന് ഇപ്പോഴും പോയിട്ടില്ല. അത് നിങ്ങളുടെ ഒപ്പീനിയൻ ആണ്. ഇപ്പോഴും പോയിട്ടില്ല. കാരണം 3.5 മണിക്കൂർ വെറുതെ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പോലും പറ്റില്ല. ഇരുന്ന് ബോറടിക്കുന്ന സിനിമ ഞങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കും. അപ്പൊ അതിന്റെ ഇന്നലെ ഞാൻ അതും അങ്ങനെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ പ്ലൂട്ടോയും ഞാൻ പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പ്ലൂട്ടോവും OTT ഇറങ്ങിയിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മൾ കൊടുക്കുന്ന പൈസക്ക് എന്തെങ്കിലും നമുക്ക് കിട്ടണമല്ലോ. അപ്പൊ അത് ഈ സിനിമയിൽ എന്തായാലും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുന്നവരാണെങ്കിൽ, കുറെ പേര് അങ്ങനെ ഉണ്ടല്ലോ തിയേറ്ററിൽ പോയിട്ട് കാണില്ല എന്നുള്ള ദൃഢപ്രതിജ്ഞയുള്ളവർ, അവരെ കുറ്റം പറയല്ല. അപ്പൊ നിങ്ങൾ പോയിട്ട് കാണുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, ഡെഫിനറ്റ് ആയിട്ട് കണ്ടിരിക്കേണ്ട തിയേറ്റർ വാച്ച് മസ്റ്റ് ആയിട്ട് റിക്വയർഡ് ആയിട്ടുള്ള ഒരു സിനിമകളിൽ ഒന്ന് മാത്രമാണ്. ഒന്നെന്ന് പറയുമ്പോൾ ഒരുപാട് സിനിമകൾ ഇങ്ങനെ ഞാൻ പറയും. അപ്പൊ അതിൽ പെട്ടിട്ടുള്ള ഒരു സിനിമയാണ് നമ്മുടെ ഇപ്പം ഇറങ്ങിയിട്ടുള്ള ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്നത്. സമറിൻ ബത്ലഹേം എന്നുള്ള ബത്ലഹേം ആയിരുന്നു ആ സിനിമയൊക്കെ ഇടയ്ക്ക് ഓർമ്മ വരുന്നു പേര് കേൾക്കുമ്പോഴാണ്. അപ്പൊ നല്ലൊരു സിനിമ, വേറെ പോയിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ല ഡിസ്ലൈക്ക് ബട്ടൺ യൂട്യൂബിൽ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു, അത് ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല കമന്റും കൂടി ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി അത് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും.